ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് വിശുദ്ധിയുടെ നിയമസംഹിതയിലെ രണ്ടാമത്തെ ഭാഗമായ വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തകളാണ്. എങ്ങനെയാണ് ഒരുവൻ വിശുദ്ധനാക്കപ്പെടുന്നത്? ഈ വിചിന്ത ഭാഗങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു വചനഭാഗമാണ്. ഞാനാണ് കർത്താവ്, കർത്താവായ ദൈവം ഞാനാണ്. ബലിപീഠത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നു, ബലിയർപ്പണത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നു, പാലിക്കപ്പെടേണ്ട നിയമങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നു, ബന്ധങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ പുരോഹിതന്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നു, മറ്റു ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലെ സാബത്ത് വർഷത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ നിയമങ്ങൾ അനുസരിച്ചാൽ നമുക്ക് കിട്ടുന്നത് അനുഗ്രഹവും ഈ നിയമങ്ങളെ ധിക്കരിച്ചാൽ നമുക്ക് ഉണ്ടാകുന്നത് ശാപവുമാണെന്നുള്ള ആ ഒരു അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും വചനങ്ങളിലൂടെ വിശുദ്ധിയുടെ നിയമസംഹിത അവസാനിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്താധാര എന്ന് പറയുക. ഒന്നാമതായിട്ട് കാണുന്നത് 17-ാമത്തെ അധ്യായത്തിലെ ഒരു തിരുവചന ഭാഗം നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 3-ാമത്തെ വാക്യം ഇതാണ്: ഇസ്രായേൽ ഭവനത്തിലെ ആരെങ്കിലും കാളയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിനകത്തോ പുറത്തോ വെച്ച് കൊല്ലുകയും ശ്രീകോവിലിന് മുമ്പിൽ കർത്താവിന് കാഴ്ചയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ അതിനെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അതിന്റെ രക്തത്തിന് അവൻ ഉത്തരവാദിയായിരിക്കും. എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുക? നമ്മൾ കണ്ട ആദ്യത്തെ വചനഭാഗങ്ങൾ, പ്രത്യേകിച്ച് 1 മുതൽ 7 വരെയുള്ള വചനഭാഗങ്ങളിൽ എങ്ങനെയാണ് ധാന്യബലി അർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് സമാധാന ബലി അർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഹോമബലി അല്ലെങ്കിൽ ദഹനബലി അർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പാപപരിഹാര ബലി അർപ്പിക്കേണ്ടത് എന്നൊക്കെ വിവരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, കർത്താവിൻ്റെ ആലയത്തിലേക്ക് അല്ലെങ്കിൽ സമാഗമ കൂടാരത്തിൻ്റെ അടുത്തേക്ക്, ബലിപീഠത്തിൻ്റെ അടുത്തേക്ക് ഈ ബലിവസ്തുവിനെ കൊണ്ടുവന്നിട്ട് വേണം അതിനെ ബലിയർപ്പിക്കാൻ. അല്ലാതെ അതിനെ പാളയത്തിന് പുറത്തു വെച്ചല്ല ബലിയർപ്പിക്കേണ്ടത്. പാളയത്തിന് പുറത്തു വെച്ച് ചെയ്യേണ്ടത് ഈ ബലിവസ്തുവിൻ്റെ ചില അവശിഷ്ട ഭാഗങ്ങൾ കൊണ്ടുപോയി ചാരമാക്കണം. ഇത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ വധിക്കപ്പെടണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് യഥാർത്ഥത്തിൽ വിശുദ്ധിയുടെ നിയമത്തിൻ്റെ ഈ ഭാഗം യഥാർത്ഥ ബലിപീഠത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. പാളയത്തിന് പുറത്തു വെച്ച് ഒരാൾ ബലിവസ്തുവിനെ ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ അത് അവന് ബലിപീഠമായിട്ട് മാറും. അതൊരിക്കലും പാടില്ല. യഥാർത്ഥ ബലിപീഠം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ, സമാഗമ കൂടാരത്തിന് മുമ്പിൽ കടന്നു വരുന്ന ബലിപീഠമാണ്. ആ ബലിപീഠത്തിന് മുമ്പിലാണ് പ്രധാനപ്പെട്ട ബലി അർപ്പിക്കേണ്ടത്. നിയമാവർത്തന പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനം വളരെ അധികം ശ്രദ്ധേയമാണ് ഈ അവസരത്തിൽ. കാരണം അത് ഇപ്രകാരമാണ് പറയുന്നത്. ഹെബ്രായ ഭാഷയിൽ ഹമക്കോം അഷേർ ഇവ്ഹാർ അദോനായി ലസീം ഷാം, the place which Yahweh has chosen to inhabit his name there. അതായത് ദൈവത്തിൻ്റെ സ്ഥലം, കർത്താവ് തൻ്റെ നാമം സ്ഥിതി ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത്, ആ സ്ഥലത്താണ് ബലിപീഠം ഉണ്ടാക്കേണ്ടതും അവിടെയാണ് ബലിയർപ്പണം നടത്തേണ്ടതും. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കണ്ടു, കർത്താവെ നീ ഞങ്ങളെ കൊണ്ടുവന്ന് നിന്റെ വിശുദ്ധ മലയിൽ നിന്റെ നാമം പേറുന്ന സ്ഥലത്ത് നീ ഞങ്ങളെ നട്ടുപിടിപ്പിക്കും. ദൈവത്തിൻ്റെ മലയാണ് ദൈവത്തിൻ്റെ സ്ഥലം. ദൈവത്തിൻ്റെ ആരാധന സ്ഥലത്താണ് ബലി അർപ്പിക്കേണ്ടത്. അല്ലാതെ മറ്റു സ്ഥലങ്ങൾ ബലിയർപ്പണത്തിന് ഉപയോഗിക്കരുത് എന്ന വസ്തുതയാണ് പ്രധാനമായിട്ടും കരുതുന്നത്. ഇങ്ങനെ മറ്റു സ്ഥലങ്ങളിലോ മറ്റ് പാളയത്തിന് വെളിയിലോ കൊണ്ടുപോയി ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? 2 കാര്യങ്ങളിൽ അവൻ തെറ്റുകാരനാകും. ഒന്ന്, ദൈവിക നിയമത്തെ കയ്യിലെടുക്കുന്നു. 2-ാമത്തെ തെറ്റെന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ഒരു മൃഗത്തിൻ്റെ ജീവൻ അവൻ എടുക്കുന്നു. ബലിയർപ്പിക്കുന്നതിലൂടെ അനാവശ്യമായിട്ടല്ല ജീവൻ എടുക്കുന്നത്, മറിച്ച് യഥാർത്ഥ ബലിയർപ്പണത്തിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു യാഗമായിട്ടായിരുന്നെങ്കിൽ പാളയത്തിന് പുറത്തു വെച്ച് ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ
അവൻ്റെ രക്തത്തിന് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരുമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമതായിട്ട് പറയുന്നു 8-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേൽ വംശത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നോ ആരെങ്കിലും ദഹനബലിയോ മറ്റു ബലികളോ അർപ്പിക്കുമ്പോൾ അത് കർത്താവിന് അർപ്പിക്കാൻ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്ക് കൊണ്ടുവരാതിരുന്നാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇത് ഇസ്രായേൽക്കാർ മാത്രമല്ല, വിദേശികളാണെങ്കിൽ പോലും എല്ലാറ്റിനെയും കൾട്ട് സെൻട്രലൈസ്ഡ് ചെയ്യുക, എല്ലാ കൾട്ടും സെൻട്രലൈസ്ഡ് ചെയ്യുക, എല്ലാ ആരാധനയും ദേവാലയ കേന്ദ്രീകൃതമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമായിട്ടും ഈ 17-ാമത്തെ അധ്യായം ക്രമീകരിച്ചിരിക്കുന്നത്. 10-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, ഇസ്രായേൽ വംശത്തിൽ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയിലുള്ള ആരെങ്കിലും ഏതുതരം രക്തം ഭക്ഷിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കും. രക്തം ഭക്ഷിക്കാൻ പാടില്ല, കാരണം അത് ജീവനാണ് എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാ ആരാധനയും ദേവാലയം കേന്ദ്രീകൃതമാക്കിയുള്ള ഒരു ആരാധനയായിരിക്കണം എന്ന ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്, ദൈവശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ നിയമം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ നിയമം കടന്നു വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥാപനത്തോടു കൂടിയാണ്. ആ ദേവാലയത്തിലേക്ക് എല്ലാ ജനത്തെയും കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ നിയമങ്ങളുമായിട്ട് ഒത്തിരിയേറെ സ്വാധീനമുള്ള ബന്ധമുള്ള ഒരു ഭാഗമാണ് ലേവ്യരുടെ പുസ്തകത്തിൽ നാം വായിച്ചു കേൾക്കുന്ന ഈ നിയമസംഹിത എന്ന് പറയുക. അതുകൊണ്ട് ഈ നിയമാവർത്തന പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ ഓരോ യഹൂദനും തിരുനാളുകൾക്ക് 3 പ്രധാനപ്പെട്ട തിരുനാളുകൾക്ക്, കൂടാരത്തിരുനാളിനൊക്കെ പസഹാ തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, ഈ 3 തിരുനാളുകൾക്ക് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകണം. ഇങ്ങനെ ഒരു കൾട്ട് സെൻട്രലൈസേഷൻ സഭയിൽ നടപ്പിലാക്കണം. അതിലൂടെ മാത്രമേ വിശുദ്ധീകൃതമായിട്ടുള്ള ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് 17-ാമത്തെ അധ്യായം. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, ദേവാലയ കേന്ദ്രീകൃതമായിട്ട് ഒരു വ്യക്തി ജീവിക്കണം. അവൻ ദേവാലയത്തിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. തുടർന്ന് വരുന്ന എക്സ്പ്ലനേഷനിൽ, പ്രത്യേകിച്ച് ജോഷുവയുടെ പുസ്തകത്തിന്റെ ഒക്കെ വ്യാഖ്യാനത്തിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ദേവാലയ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതത്തെ കൂടുതൽ പോഷിപ്പിക്കുന്ന രീതിയിലാണ്. അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം സൂചിപ്പിക്കുക. 18-ാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കി തരുന്നത് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിശുദ്ധിയെക്കുറിച്ചാണ്. ഒരു യഹൂദ കുടുംബത്തിൽ പാലിക്കേണ്ട ബന്ധങ്ങളെക്കുറിച്ച്, അവരുടെ വിശ്വാസതയെക്കുറിച്ച് എന്നുള്ള ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ചിത്രത്തിൽ കാണുന്ന ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനം, ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് കടപ്പെട്ടിരിക്കുന്നത്, ഭാര്യ ഭർത്താവിനോട് എങ്ങനെ വിശ്വസ്തതയിൽ കടപ്പെട്ടിരിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു, പരസ്പരമുള്ള ബന്ധങ്ങൾ, കുടുംബത്തിനുള്ളിലും കുടുംബത്തിന് പുറത്തുമുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിക്കുന്ന ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വിശുദ്ധീകരണത്തിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലെ പല കഥകൾക്കും അതിൻ്റെ സ്വാധീനമായിട്ടുള്ള വചനഭാഗമായിട്ട് ഇത് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഏകദേശം 14 തരത്തിലുള്ള തിന്മകളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സെക്ഷൽ ആക്ട്സിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത്, നിങ്ങൾ വസിച്ചിരുന്ന ഇസ്രായേൽ ജനത്തോട് പറയുക, കർത്താവാണ് ഞാൻ, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെപ്പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെപ്പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത്. ഇങ്ങനെ പറയുന്നതിലൂടെ ഈ നിയമങ്ങളുടെ പ്രധാനപ്പെട്ട പ്രമേയം യു ആർ സെപ്പറേറ്റഡ് എന്നുള്ള അർത്ഥമാണ്. കാരണം നീ മറ്റു വംശങ്ങളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്നൊക്കെയും സെപ്പറേറ്റ് ചെയ്യപ്പെടണം. അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. അവരുടെ ഇടയിലുള്ള ലൈംഗികതയെക്കുറിച്ചുള്ള നിയമങ്ങളുണ്ട്, സെക്ഷൽ ആക്ട്സിനെ കുറിച്ചുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ അവരെ പോലെ ഒന്നും ആകരുത് നീ, മറിച്ച് അവരിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്യപ്പെടണം. ഒന്നാമതായിട്ട് പറയുന്നത് എങ്ങനെയാണ്, ആരും തന്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവരണം ചെയ്യാൻ അവരെ സമീപിക്കരുത്, ഞാനാണ് കർത്താവ്. എപ്പോഴും പറയുന്നത് ഈ അധ്യായത്തിലാണ്. പല പ്രാവശ്യം ഓരോ പാപത്തെക്കുറിച്ച് പറയുമ്പോഴും ദൈവമായ കർത്താവ് പറയുന്നത് ഞാനാണ് കർത്താവ്. ഇവിടെ നഗ്നത അനാവരണം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഒന്നാമത്തെ ഭാഗം ആരുടെയൊക്കെയാണ്, നിന്റെ മാതാവിന്റെ നഗ്നത അനാവരണം ചെയ്യരുത്. 2, നിന്റെ പിതാവിന്റെ ഭാര്യയുടെ നഗ്നത അനാവരണം ചെയ്യരുത്.
അത് നിന്റെ പിതാവിന്റെ തന്നെ നഗ്നതയാണ്. നിന്റെ സഹോദരിയുടെ നഗ്നത അനാവരണം ചെയ്യരുത്. മകളുടെ നഗ്നത നീ അനാവരണം ചെയ്യരുത്. അടുത്തത്, നിന്റെ മാതാവിന്റെ സഹോദരിയുടെ നഗ്നത അനാവരണം ചെയ്യരുത്. നിന്റെ പിതൃ സഹോദരനെ അവന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കി അപമാനിക്കരുത്. നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവരണം ചെയ്യരുത്. ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവരണം ചെയ്യരുത്. ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ പരിഗ്രഹിക്കരുത്. ഇതാണ് നഗ്നത അനാവരണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഉള്ള നിയമങ്ങൾ. അപ്പൊ ഇവിടെ ബന്ധങ്ങളുടെ ഒരു ലോകത്തിലേക്ക്, കുടുംബ ബന്ധങ്ങളുടെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ കാണുന്ന 2 നിയമങ്ങൾ പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലെ 2 സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നിന്റെ പിതാവിന്റെ നഗ്നത നീ അനാവരണം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് നോഹയുടെ ജീവിതവുമായിട്ടാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ കുതിച്ച് മതോന്മത്തനായിട്ട് കിടക്കുന്ന ആ നോഹയെ നമ്മൾ കാണുന്നു. തുണിയില്ലാതെ കിടക്കുന്ന നോഹ. ആ നോഹ അങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് 3 മക്കൾ കടന്നു വരിക. ആദ്യത്തെ മകൻ ജാഫത്ത് കടന്നു വരുന്നു. അയ്യേ, അപ്പൻ നഗ്നനായി കിടക്കുന്നു. ഇത് കണ്ട് അവൻ ചിരിച്ച് അടുത്ത സഹോദരനോട് പറയുന്നു, ഹാമിനോട് പറയുന്നു. ഹാമും അവന്റെ നഗ്നത മൂടുന്നില്ല, മറിച്ച് ഷേമിനോട് പറയുന്നു. ഷേം വന്നിട്ടാണ് അവന് വസ്ത്രം ധരിപ്പിക്കുന്നത്. ഇതിലൂടെ എന്താ സംഭവിക്കുക? ഇങ്ങനെ നഗ്നത അനാവരണം ചെയ്യരുത്, അല്ലെങ്കിൽ നഗ്നത കണ്ടിട്ടും അത് മൂടി വെക്കാതെ അതിനെ ദോഷമായിട്ട് കരുതുന്ന ഒരു സംസ്കാരത്തെയാണ് പ്രധാനമായിട്ടും പറയുക. അതുകൊണ്ടാണ് 18-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ ശിക്ഷകളെ കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ് 20-ാമത്തെ അധ്യായത്തിൽ, ലേവ്യരുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ. ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണമെന്ന് ലേവ്യരുടെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളവരെ മരണശിക്ഷ അർഹിക്കുന്ന തെറ്റാണ് ചെയ്യുന്നത്. അവര് നിർബന്ധമായും വാഗ്ദാന ദേശത്തിന് വെളിയിൽ പോകണം. അവര് മരണശിക്ഷ അർഹിക്കുന്ന തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, പിതാവിന്റെ നഗ്നത മറയ്ക്കാതെ അത് കൊട്ടിഘോഷിച്ച ഹാമിനും ജാഫത്തിനും കിട്ടിയ ശിക്ഷ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഉൽപ്പത്തി പുസ്തകം പഠിച്ചപ്പോൾ. അതിനുശേഷം കടന്നു വന്ന നഗ്നത മറവ് ചെയ്ത നമ്മുടെ ഷേമിനെ കർത്താവ് അനുഗ്രഹിക്കുകയും ഷേം എന്ന് പറയുന്ന വംശത്തിലൂടെ പുതിയൊരു തലമുറയെ കർത്താവ് തൻ്റെ വെളിപാടിൻ്റെ വക്താക്കളാക്കി സ്വീകരിക്കുകയും ചെയ്തു. ആ ഷേം എന്ന് പറയുന്ന തലമുറയിലൂടെയാണ് പുതിയ ഒരു തലമുറയായ അബ്രാമിന്റെ തലമുറ കടന്നു വരുന്നത്. അതാണ് വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന്റെ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെയാണ്. ഇതാണ് 1-ാമത്തെ നിയമം ഉൽപ്പത്തി പുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി. 2-ാമത്തെ നിയമം ഇതാണ്. 18-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു, ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ നീ പരിഗ്രഹിക്കരുത്. ഇത് നടക്കുന്നത് യാക്കോബിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് ഹാരാനിലേക്ക് ഒളിച്ചോടി പോകുന്നതിൻ്റെ ഒരു കാരണമായിട്ട് വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ കാരണമായിട്ട് നമ്മൾ അനുമാനിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. കാരണം ഹാരാനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഇഷ്ടപ്പെടുന്നത് റാഹേലിനെയാണ്. എന്നാൽ ലേയയാണ് അവൾക്ക് ഭാര്യയായിട്ട് കിട്ടിയത്. ആ ഭാര്യയെ സ്വീകരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവളുടെ സഹോദരിയായ ലേയായെ കല്യാണം കഴിച്ചത് ഈ നിയമം അനുസരിച്ച് തെറ്റാണ്. ആ തെറ്റിനുള്ള ശിക്ഷയാണ് വാഗ്ദാന ദേശത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒളിച്ചോട്ടമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഈ 2 നിയമങ്ങൾ യഥാർത്ഥത്തിൽ ഈ കുടുംബ ബന്ധങ്ങളിൽ പാലിക്കപ്പെടേണ്ട നിയമങ്ങളെക്കുറിച്ചാണ്. ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, അതാണ് 10 കൽപ്പനകളുടെ നിയമങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത്. വ്യഭിചാരം ചെയ്യരുത് തുടങ്ങിയ, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് തുടങ്ങിയ നിയമങ്ങളിലൂടെയൊക്കെ പറയുന്നത് ഈ നിയമത്തിൻ്റെ സാധുതയെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷയാണ് 20-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുക, അല്ലെങ്കിൽ അവനെ നിഷ്കരണം നശിപ്പിക്കുക, അല്ലെങ്കിൽ വാഗ്ദാന ദേശത്ത് നിന്ന് പുറത്തേക്ക് തള്ളുക. 2-ാമതായിട്ടുള്ള നിയമസംഹിത എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ നഗ്നത നീ അനാവരണം ചെയ്യരുത്. അതുപോലെ തന്നെ നിന്റെ അയൽക്കാരന്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവൾ നിമിത്തം നീ അശുദ്ധനാകരുത്. പിന്നെ പറയുന്നത് എന്താണെന്നറിയാവോ? മൊളേക്കോ ദേവനെ ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത്. കാരണം ഇങ്ങനെയുള്ള അശുദ്ധിയെല്ലാം തന്നെ മോവാബിലെ ദേവനായ മൊളേക്കോ ദേവന്മാരുടെ മുമ്പിൽ ജനം ചെയ്യുന്ന പ്രവൃത്തിയാണ്. കണ്ടോ, ഇതാണ് എൻ്റെ കാര്യം. മോവാബിലെ ദേവനാണ് മൊളേക്കോ ദേവൻ. ആ മൊളേക്കോ ദേവന് മുമ്പിൽ ജനങ്ങൾ നടത്തുന്ന പ്രവർത്തികളാണ് ഇങ്ങനെയുള്ള അശുദ്ധമായ പ്രവർത്തികൾ.
അതിനാൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മോവാബിലെ ജനങ്ങളോട് നീ നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അതൊരിക്കലും പാടില്ല. കാരണം ഞാനാണ് കർത്താവ്, നീ സെപ്പറേറ്റഡ് ആണ് എന്നുള്ള ഒരു സന്ദേശം നൽകുകയാണ് ഈ പുസ്തകത്തിലൂടെ. എന്നിട്ട് 26-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പോകാം. നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരും എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ഇത്തരം മ്ലേച്ഛമായ പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യണം. ഞാനാണ് നിങ്ങളുടെ കർത്താവ്. കാരണം മ്ലേച്ഛതകൾ എന്ന് അബോമിനേഷൻ, തോ അവ എന്ന വാക്കാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക. തോ അവ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ മ്ലേച്ഛത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് അത് മ്ലേച്ഛതയാണെങ്കിൽ മറ്റ് ജനങ്ങൾക്ക് അത് മ്ലേച്ഛതയാവുകയില്ല. കാരണം അവരുടെ ദേവന്മാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, സെക്ഷൽ ആക്ട്സുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ അത് അവർക്ക് അനുവദനീയമാണ്. പക്ഷേ ഇത് ഇസ്രായേലിന് അനുവദനീയമല്ല. അതിനാൽ അവരിൽ നിന്ന് നീ മാറണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ദേവനെ മറ്റു ദേവന്മാരെ ആരാധിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ നിയമം ചെയ്യുന്നത്. ഇതിനോട് ചേർന്നാണ് 19-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും 10 കൽപ്പനകളെ സൂചിപ്പിക്കുക. അതാണ് പ്രധാനമായിട്ടും അവിടെയുള്ള ഭാഗം. എന്നിട്ട് പറയുന്ന വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വിവാഹസമം നടത്തിയിരിക്കുന്ന നിങ്ങൾ രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്, ശകുനം നോക്കരുത്, ആഭിചാരം നടത്തരുത്, ചെന്നി മുണ്ടനം ചെയ്യരുത്, ദീക്ഷയുടെ അഗ്രം മുറിക്കരുത്, മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, ദേഹത്ത് പച്ച കുത്തരുത്, ഞാനാണ് കർത്താവ്. ഓക്കെ, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങളെ അവതരിപ്പിക്കുന്ന ഭാഗമാണ് പ്രധാനമായിട്ട് ഇവിടെ എല്ലാം പറയുന്നത്. ഞാനാണ് കർത്താവ്. ഇതെല്ലാം നടത്തുന്നത് മറ്റ് ദേവന്മാരുടെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, മൊളേക്കോ ദേവനും അതുപോലെ തന്നെ കെമോഷ് ദേവനും ഒക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മറ്റു ജനങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വിവിധ ശിക്ഷകളെ കുറിച്ചാണ് 20-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്താണ് ശിക്ഷകൾ നോക്കിക്കേ. 2-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഇസ്രായേൽ ജനത്തിലോ ഇസ്രായേലിൽ വന്ന് വസിക്കുന്ന വിദേശികളോ നിന്ന് ആരെങ്കിലും തങ്ങളുടെ മക്കളിൽ ആരെങ്കിലും മൊളേക്കിന് ബലിയർപ്പിക്കുന്നെങ്കിൽ അവനെ കൊല്ലണം. മുമ്പ് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ദേവന്മാരുടെ മുമ്പേ ബലിയർപ്പണം നടത്തി കഴിഞ്ഞാൽ അവനെ വധിക്കണം. കൊല്ലുക എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ അർത്ഥം അതല്ല. കൊല്ലുക, കൃത്യമായിട്ട് കൊല്ലുകയല്ല, മറിച്ച് വാഗ്ദാന ദേശത്ത് നിന്ന് അവൻ വെളിയിൽ പോകണം എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പ്രധാനമായിട്ട് ഇത് ഇങ്ങനെ കർത്താവ് ഇത്രമാത്രം നീചനാണോ, ദുഷ്ടനാണോ, കരുണയില്ലാത്തവനാണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതല്ല. അതിൻ്റെ അർത്ഥം വാഗ്ദാന ദേശത്ത് നിന്ന് അവൻ വെളിയിൽ പോകണം. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഇതിൻ്റെ അകത്ത് കയറി വന്നത്? അത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഇതിന് സമാനമായിട്ടുള്ള നിയമവ്യവസ്ഥകളിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന വാക്യങ്ങളാണ്. അന്ന് സമാനമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ, ഹമരാബിയുടെ കോഡുകൾ, അസീറിയൻ കോഡുകൾ, ഹിത്യരുടെ കോഡുകൾ, ഇങ്ങനെയുള്ള കോഡുകളിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്ന അതേ നിയമവ്യവസ്ഥകൾ എടുത്തു വെച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാക്കുകളും അങ്ങനെയുള്ള വ്യവസ്ഥകളും ഒക്കെ കടന്നു വരാൻ ഇടയായത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 2-ാമതായിട്ട് പറയുന്നത് 6-ാമത്തെ വാക്യം, 20-ാമത്തെ അധ്യായം 6-ാം വാക്യം, ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ, ഉണ്ടോക്കെ എല്ലാം അന്യദേവന്മാരുടെ ആരാധനയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഇതിന്റെ സമാപനത്തിലാണ് പറയുന്നത്. 25 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെയും ശുദ്ധവും അശുദ്ധമായ പക്ഷികളെയും വേർതിരിക്കണം. അശുദ്ധമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്ന പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ എന്നിവ കൊണ്ട് നിങ്ങൾ അശുദ്ധരാകരുത്. എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. എല്ലാറ്റിൻ്റെയും പൂർണ്ണത എന്ന് പറയുന്നത് പരിശുദ്ധിയെക്കുറിച്ചുള്ള നിയമങ്ങളാണ്. അതുകൊണ്ട് 18, 17 മുതൽ 21, 20 വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത് ഇസ്രായേൽ സമൂഹത്തോട് മുഴുവനായിട്ട് നീ പറയുക എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണെങ്കിൽ 21-ാമത്തെ അധ്യായത്തിൽ പൗരോഹിത്യത്തെ കുറിച്ചുള്ള വിശുദ്ധിയെക്കുറിച്ച് അതുകൊണ്ട് പറയുന്ന സംബോധന ചെയ്യുന്നത് വ്യത്യസ്തമാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹറോന്റെ പുത്രന്മാരോട്
ഈ നിയമങ്ങൾ നീ പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള നിയമങ്ങളെ സൂചിപ്പിക്കുക. അതുകൊണ്ട് പോയ 18 മുതൽ 20 വരെയുള്ള 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളുടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എങ്ങനെയാണ് ഏക ദൈവത്തെ ആരാധിക്കേണ്ടത്, ബലിപീഠത്തോട് എങ്ങനെ കൂറു പുലർത്തണം, വിശ്വസ്ത പുലർത്തണം, എങ്ങനെ മറ്റ് ദേവന്മാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഇപ്രകാരം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് വാഗ്ദാന ദേശത്തിന് വെളിയിലേക്ക് നമ്മൾ പോകും. ഇതിനെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഈ വിശുദ്ധ നിയമസംഹിതകളുടെ ഈ 2ാമത്തെ ഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായിട്ട് ദൈവ കേന്ദ്രീകൃതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുള്ള ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.